ഗായ്സ്, നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പോയി കണ്ടിട്ട് വരിക ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഐലൻഡ് അല്ലായിരുന്നോ? ഇപ്പോൾ നമ്മൾ അവിടുന്ന് ഇച്ചിരി ഒന്ന് ദൂരെ വന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് കിട്ടി. മുന്നേ നമുക്ക് ഷിപ്പൊക്കെ കാണാം. എൻ്റെ ഇൻവെൻട്രി ഇരിക്കുന്ന സാധനങ്ങളുണ്ട് ഗായ്സ്, അത് അതിനകത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീടൊക്കെ പൊളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഒരു വീട് വെച്ച് എന്തോ ചെയ്യാൻ ഒരു ടർട്ടലി പോകുന്നു. ഇതുകൊണ്ട് ഗായ്സ്, ഷിപ്രക്ക് ചരിഞ്ഞ് കിടക്കുന്നല്ലേ ഗായ്സ്. ഇതുവരെ ഞാൻ ചരിഞ്ഞ് കിടക്കുന്ന കണ്ടില്ല. അപ്പോൾ ഗായ്സ്, വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. രാത്രിയാവുന്നു, നമുക്കങ്ങ് പോവാം. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ ബെഡില്ല. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീട് നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കാണിച്ച് ചുമ്മാ ബോർ അടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ്. ഓ കണ്ട ഗായ്സ്, സ്മിത്തിങ് ടെംപ്ലേറ്റ് 2 എണ്ണമാണ് ഇരിക്കുന്ന കയ്യിൽ. അത് നമുക്ക് ഡയമണ്ട് ആർമറൊക്കെ ആയിട്ടെന്ന് തോന്നുന്നു. ഈ സീരീസ് എവിടം വരെ പോകുന്നു ദൈവത്തിനറിയാം. അപ്പോൾ ഗായ്സ്, നമുക്കിതിൽ കുറേ മാറ്റങ്ങൾ വരുത്തും. ഇത് കണ്ടോ ഗായ്സ്, ബാമ്പു വെച്ചുണ്ടാക്കിയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് കുറേ ബാമ്പു ഉണ്ടാകും, ഞാൻ എടുത്തങ്ങ് വെച്ചു. ഇതൊക്കെ നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത സാധനങ്ങളാണ്. മോസ് ബ്ലോക്ക് കിട്ടി ഗൈസ്, കുറേ എണ്ണം. ഇത് നമ്മുടെ മൈനിങ് ഏരിയ. കുറച്ച് ടോർച്ച് ഉണ്ടാക്കണ്ടേ? നമുക്ക് അവിടുന്ന് തന്നെ കിട്ടിയാണ് ഗൈസ്. ഫിഷിംഗ് റോഡ്, അൺബ്രേക്കിംഗ് 3 എൻചാൻമെൻറ്റ്. കണ്ടോ ഗൈസ്, ഇത്രയും സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടിയാണ്. കണ്ടോ ഗൈസ്, എന്തോ ചെയ്യാന്. അപ്പോൾ ഗൈസ്, നമ്മൾ വീടൊന്ന് സെറ്റപ്പ് ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ സാധനങ്ങളും പൊട്ടിപ്പോയി. കാരണം വരുന്ന വഴിക്ക് കുറേ യുദ്ധം നടന്നു, അതുകൊണ്ട് എല്ലാം പൊട്ടിപ്പോയി. ഇത് കുറേ കഷ്ടമാണല്ലോ. അപ്പോൾ ഗായ്സ്, നമ്മൾ കളിക്കുന്ന ബെഡ് റോക്ക് എന്ന് പറയാൻ പറ്റില്ല, പോക്കറ്റ് എഡിഷൻ. ഇത് കണ്ടോ ഗൈസ്, മോസ് ബ്ലോക്ക് വെച്ച് എല്ലാം ഇറങ്ങി ഒരു ബ്യൂട്ടിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് ഗായ്സ്. കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ ഇത് ഫോൾഡിങ്ങോ അങ്ങനെ ഇതിൻ്റെ പേരങ്ങനെ അതുണ്ടാക്കിയത്. നമുക്ക് ഇവിടെ നിന്നാലോ? നമുക്ക് ഫിഷിംഗ് റോഡ് എടുത്തിട്ട് വന്ന് ഫിഷ് ചെയ്യാം ഗൈസ് കുറച്ച് കഴിഞ്ഞ്. മൂണിങ്ങനെ പതിയെ പൊങ്ങി വരുന്ന കണ്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നു. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇച്ചിരി സമാധാനമായതിന്. അപ്പോൾ പൊങ്ങി വരുന്നുണ്ട്, നമുക്ക് അടിയിലോട്ട് പോവാം. ഇത് പിന്നെ നമുക്ക് ലാഡർ അങ്ങ് വെച്ചാൽ മതി. കഴിഞ്ഞ ബേസിലായിപ്പോയി, എന്തോ ചെയ്യാനാ. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ മൈനിങ് ഏരിയ. മൈനിങ്ങിന് ഇടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവെക്കും. മോസ് ബ്ലോക്കും പൊട്ടി വന്നു. എന്താണ് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ മുകളിൽ കയറി എന്നിട്ട് പിന്നെയും താഴെ ഇറങ്ങി. അപ്പോൾ ഗായ്സ്, ഒരു ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരും കാണുന്നില്ല. നമുക്ക് പോയി വുഡ് പറിച്ചിട്ടോ നല്ല ഇച്ചിരി സാധനങ്ങൾ ഉണ്ടാക്കാൻ. അവിടെ ഒരു ക്രീപ്പറിനൊക്കെ കാണുന്നുണ്ട്. ഷിപ്രക്കിൻ്റെ അവിടെ എന്തോ ഇരുന്നുണ്ട്, ചരിഞ്ഞ് കിടക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. രണ്ടാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. ഇതൊരു ലെറ്റ്സ് പ്ലേ സീരീസ് ആയതുകൊണ്ട് കുറേ എപ്പിസോഡ് കാണാം. ഡെയിലി എപ്പിസോഡൊന്നും വരത്തില്ല ഗൈസ്. ഒരാഴ്ചയിൽ 2 വീഡിയോ, ഒരു ഷോർട്ട് ഒരു ലോങ് വീഡിയോ. ഓക്കെ, സെറ്റപ്പ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഇച്ചിരി പ്ലാന്റ്സ് ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. അയ്യോ, താണ്ട അറ്റാക്ക് ചെയ്യുന്നു. ഓടിക്കോ. എനിക്ക് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല ഗൈസ്. വെള്ളത്തി നേരെ പോ. ഇവിടെ കുറച്ച് നേരം നിൽക്കട്ടെ. എന്തിയത്? ഓടോട്, വീട്ടിലോട്ട് ഓട്. ചാടി ഓട്. ആണ്ടവർ സ്കെൽട്ടണ് നിൽക്കുന്നു. എൻ്റെ പൊന്നെ പണിയായോ. ഈ വീട്ടിലോട്ടും കയറാനും പാടാ. ഇത് വീടെന്ന് പറയാൻ പറ്റത്തില്ല ഈ വെളി കണ്ട. പക്ഷെ ആർക്കും അറിയത്തില്ലല്ലോ അകത്ത് സ്ഥലമുണ്ടെന്ന്. പിന്നെ ഇച്ചിരി പ്ലാങ്ക്സ് ഉണ്ടാക്കട്ടെ. നമുക്ക് ഈ പ്ലാങ്ക്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. കുറച്ചല്ല, നല്ല വെപ്പൺസും ഒക്കെ ഉണ്ടാക്കാം. കണ്ടോ ഗൈസ്, കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി ഇവിടെ വെപ്പൺസൊക്കെ ഉണ്ടാക്കട്ടെ. കുറേ കഷ്ടപ്പെട്ടാണ് അവിടുന്ന് കഴിഞ്ഞ ബേസിൽ നിന്ന് ഇവിടം വരെ വന്നത് ഗൈസ്. നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ടോർച്ച് കോൾ എടുക്കാം. ഏതിലായിരുന്നു വെച്ചാൽ ഇതിൽ കോൾ എടുത്തിട്ട് ഇച്ചിരി ടോർച്ച് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വരാം. മുകളിലോട്ട് കയറട്ടെ.
ഒരു ഫർണസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒന്നും നടക്കത്തില്ല. ഫുഡ് വേണം. ഗ്ലോ ഐറ്റം ഫ്രെയിം. വൗ, ഇച്ചിരി ടോർച്ച് ഉണ്ടാക്കാം ഗൈസ്. അത് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാക്കണം നമുക്ക്. അതൊക്കെ വെച്ചാൽ ഒരു ഇത് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നത്തുള്ളൂ. ഇവിടെയൊക്കെ ടോർച്ചൊക്കെ നല്ല രസമല്ലേ ഇപ്പോൾ കാണാൻ. നമുക്ക് നേരെ അടിയിൽ കയറിയിട്ട് ഈ മൈനിങ് ഏരിയയിലും കൂടി ഇച്ചിരി വെക്കണമെന്നുണ്ട്. മൈനിങ് ഏരിയയിലും കൂടെ വെക്കാം അല്ലേ, വെക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് മൈനിങ്ങിന് വരാം. തിരിച്ച് കയറാൻ ഇച്ചിരി പാടാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ പെട്രോക്കിൽ കളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കളിക്കുന്നതാണ്. ഈ വേൾഡിൻ്റെ സീഡ് ഗെയിമിംഗ് മാസ്റ്റർ അല്ല A.B എന്നാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കളിക്കാം, കയറി കളിക്കാവുന്നതാണ്. ഇപ്പോൾ ബോട്ടൊക്കെ ഉണ്ടാക്കാം ബാമ്പ് വെച്ച്. അതിന് പറയാം റാഫ്റ്റ് എന്നല്ലേ. ഫിഷിന് പോയാലോ? ആരും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഫുള്ള് ടോർച്ച് വെച്ചിട്ട് നമുക്ക് പോവാം. ഇവിടെ വെക്കാം. ഗൈസ്, എന്തോ വെട്ടോ. താഴോട്ട് പോട്ടെ. ഇതെല്ലാം കൊണ്ട് വെക്കണോ അതോ മൈനിങ്ങിനോ? ടൂൾസൊക്കെ ഉണ്ടാക്കണ്ടേ? ടൂൾസ് ഉണ്ടാക്കാൻ പിന്നെയും മറന്നുപോയി. പ്ലാൻസ് ഒക്കെ ഇല്ല എൻ്റെ കയ്യിൽ നിന്ന്. നമുക്ക് പോയി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി അല്ല നിറച്ച് ടൂൾസ് ഉണ്ടാക്കിയിട്ട് വരാം. ഒരു പിക്കാക്സ്, ഒരാക്സ്, ഒരു സോഡ്, സ്റ്റിക്ക് വേണം, ഒരു സോഡ്, ഒരു ഷവല്, ഒരു ഹോയും കൂടെ എടുത്തേക്കാം ഒരു സേഫ്റ്റിക്ക്. എല്ലാം പൊട്ടുപണി പറഞ്ഞു അതെങ്കിലും ഒന്നുണ്ടേ. നമുക്ക് താഴെ പോയി ഇനി മൈനിങ്ങിന് പോകാം. മൈനിങ്ങിന് പോകും. ഇപ്പോൾ ഹോ എടുത്തിട്ട് മൈനിങ്ങിന് പോയെന്ന് ഗൈസ്. എന്തോ ചെയ്യാൻ. അപ്പോൾ ഗൈസ്, നമ്മളിതാ സ്റ്റോണിലോട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇച്ചിരി വലുതായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിനി 10 മിനിറ്റൊക്കെ വീഡിയോ എടുത്തുള്ളൂ ഗൈസ്. പഠിക്കാനുണ്ട് നമുക്ക്. ഇങ്ങനെ അങ്ങ് പൊളിച്ച് പോയിട്ട് പിന്നെ കയറി അങ്ങ്, അതായിരിക്കും സിമ്പിള്. നമുക്ക് പൊട്ടിക്കണം ഇച്ചിരി പെട്ടെന്ന്. ഇവിടെ ടോർച്ച് വെക്കാം. ടോർച്ച് കുറേ ആകുമ്പോഴേ വെക്കാവുള്ളൂ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ടോർച്ച് വേസ്റ്റ് ആയിപ്പോ അല്ലെങ്കിൽ. ഗൈസ്, നമുക്കിതൊക്കെ പൊട്ടിച്ച് പത്തി. തെറ്റിപ്പോയി. ഇവിടെ നിന്ന് പൊട്ടിച്ച് നേരെ പോകും. അപ്പോൾ ഗൈസ് ഇങ്ങനെ പൊട്ടിക്കാം, അതായിരിക്കും സിമ്പിൾ. പൊട്ടിച്ചിട്ട് ഇങ്ങനെ മുകളിൽ മാത്രം പൊട്ടിച്ച് പോയാൽ മതി, അത് നിറച്ച് കിട്ടും. നമുക്ക് നേരെ ഇങ്ങനെ കുഴിച്ച് താഴോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുവാണ് ഗൈസ്. ടോർച്ച് വെക്കാം. ഇവിടെ വേണ്ട, കുറച്ചും കൂടി ഇരുട്ടാവട്ടെ, അല്ലെങ്കിൽ ടോർച്ച് ഇങ്ങനെ വേസ്റ്റ് ആവും. കുറച്ച് ടോർച്ചേ ഉള്ളൂ, എന്തോ ചെയ്യാൻ. അപ്പോൾ ഗൈസ് ഇങ്ങനെ കുഴിച്ച് പോയിട്ട് നമുക്കിങ്ങനെ എന്താ ഇനി പറയുന്നത്, മൈനിങ്. തെറ്റിപ്പോയി. ഇവിടെ ഒരു ടോർച്ച് വെച്ചു. നമുക്ക് തിരിച്ചോ. അയ്യോ ഗൈസ്, എന്തോ ഇരുട്ടല്ലേ ഗൈസ്. എന്തോ കയറാൻ ഭയങ്കര പാട്, ദൂരവും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് സ്റ്റെയർ വെച്ച് കിടുക്കാച്ചയാക്കണം ഗൈസ് ഇത് സ്ഥലമൊക്കെ. ഉണ്ടോ? ഇത് കളയാൻ പറ്റില്ല, അതിൻ്റെ മുകളിൽ സാൻഡ് ഉള്ളതുകൊണ്ട് അതെല്ലാം ഉരുണ്ടടിച്ച് എൻ്റെ തലയിൽ വീഴും. അപ്പം എൻ്റെ ഗൈസ്, എൻ്റെ മൈനിങ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൊണ്ട് വെക്കേണ്ട സ്ഥലമാണ്. ഇത് വെച്ച് വല്ലതും ചെയ്തൊന്നും പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് കുറച്ച് ഫൈറ്റിംഗ് ഒക്കെ ചെയ്തിടാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷോർട്സ് എല്ലാം കാണണേ ഗൈസ്. കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് മീനെ പിടിച്ചാലോ? ആരെയും കാണുന്നില്ല. കുറച്ച് മീനെ പിടിച്ചിട്ടിങ്ങ് വരാം. ആരറിയാനാ, ഇച്ചിരി മീനെയും കൂടെ പിടിച്ചിട്ടിങ്ങ് വരാം. അപ്പോൾ നമുക്ക് മീനെ പിടിക്കാം ഗൈസ്. പെട്ടെന്ന് മീനെ കിട്ടും. മീനിൻ്റെ പേര് പറഞ്ഞു വിടുവാണ്. ബോൺ കിട്ടി. ഓടിക്കോ ഈ പന്നെ. അവനെയും കൂടെ വലിച്ചുകൊണ്ട് പോകാം നമുക്ക് ഈ ഫിഷ്. ഈ മീനെ എന്തോ ചൂണ്ടിട്ടിട്ട് രാവിലെ ആവുന്നുണ്ട് ഗൈസ്. കണ്ടോ, അടിച്ചടിച്ച് ഞാൻ ഇന്ന് അവനെ കൊല്ലും. അടിച്ചോ. ചത്തു. ഇനി പോയി ബാക്കി മീനെ പിടിക്കാം. മീനൊക്കെ നമ്മൾ നോക്കിയിരിക്കും. ഇതെന്തോ ക്രീപ്പർ റൂട്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ ഗായ്സ്, നമുക്ക് പോയി മീനെ പിടിച്ചിട്ടിങ്ങ് വരാം.
ആൾക്ക് പെട്ടെന്ന് മീനെ കിട്ടുന്ന വല്ല സ്ഥലമുണ്ടോ? മുകളിലോട്ടൊക്കെ ഒറ്റ എറിയാം. കുറച്ച് കൂടുതൽ ദൂരെ ആയോ എന്നൊരു സംശയം. കുഴപ്പമില്ല. അപ്പോൾ ഗായ്സ് നമുക്ക് മീനെ പിടിക്കാം. മീൻ വന്നു. എന്തോ മീനായിട്ടെന്ന് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഗായ്സ് രാവിലെ ആവുന്നു. നമ്മൾ മീനെയും പിടിച്ചുകൊണ്ട് ഇരിക്കുന്നു. അടുത്ത മീനെയും കിട്ടി. നമുക്ക് XP വെച്ച് എന്തൊക്കെ ഉപകാരമായിരുന്നു. എൻചാൻറ്റ്മെൻറ്റ് ചെയ്യാം. പിന്നെ കുറേ യൂസ് ഉണ്ടെന്നും. ജസ്റ്റ് മിസ്. അതും കൂടെ കിട്ടിയിട്ട് നമുക്ക് വീട്ടിൽ പോകാം. കിട്ടി പഫർ ഫിഷോ. അത് വെച്ച് എന്ത് ഉപകാരമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അടുത്ത് അതും പോയി. ലാസ്റ്റ് ഇതും കൂടെ പിടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാം. പെട്ടെന്ന് ഒരു മീൻ വരണേ. മീനൊന്നും വന്നില്ല. നമുക്കന്നേരം ഇപ്പോൾ കഴിച്ച് ഞാൻ അവിടെ മുമ്പേ ഷിപ്പ്രട്ടിൽ പോയപ്പോൾ എന്തോ കണ്ടതുകൊണ്ട് തോന്നി. നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ നോക്കിയിട്ട് അപ്പോൾ ഗായ്സ് താണ്ട് ഇവിടെ കുറച്ച് സാൻഡ് കയറി. ഇവിടെ നിറച്ച് വാട്ടർ ഉണ്ട്. വാട്ടർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വന്ന് എടുക്കാം. ഇവിടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ട്. ഗായ്സ് അപ്പോൾ ഗായ്സ് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഫുള്ള് വെള്ളമുണ്ട്. ഇതൊക്കെ പൊട്ടിക്കാം. അപ്പോൾ ഗായ്സ് ഒക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഞാൻ കണ്ടു പോയിരിക്കുന്നു. നമുക്കിതൊക്കെ പിന്നെ വന്നെടുക്കാം. ഷിപ്പ്രൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അല്ലേ ഗൈസ്? നമുക്കങ്ങനെ നോക്കിയിട്ട് വരാം. പോയി നോക്കാം. അപ്പോൾ നമ്മൾ കൊണ്ടോ ഗൈസ്. മുന്നേ എന്തോ സാധനം കൂട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കത് എന്തോ നോക്കിയിട്ട് വരാം ഗൈസ്. എന്തെങ്കിലും നല്ല വല്ലതും ഉണ്ടായിരുന്നു. അപ്പോൾ ഷിപ്പ്രൊക്കെ വല്ലതും നമ്മൾ എടുക്കാൻ മറന്നുപോയോ? നമുക്കൊന്നും കൂടെ പോയി നോക്കിയിട്ട് ഗൈസ്. ഇതിനകത്തോട്ടുണ്ടോ? പെട്ടെന്ന് ചാടിക്കയറി നോക്കട്ടെ. തോന്നുന്നു വല്ലതും എടുക്കാൻ മറന്നു പോയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ വന്നില്ല. റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. സോറി. ജസ്റ്റ് അതിനകത്ത് വല്ലതും ഉണ്ടോ? ഇല്ല, ഞാൻ എല്ലാം എടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ അങ്ങനെ പോവാം. അവിടെ എന്തോ പെട്ടെന്ന് അവിടം വരെ എത്താൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ് ഇത് കെൽപ്പല്ല. അതൊക്കെ എടുത്തുകൊണ്ട് പോയി ചുമ്മാ ഒരു അവിടെ പറയാ മറ്റോ നടക്കുന്നു. എനിക്ക് സാധനം കാണാൻ പറ്റുന്നില്ല. എന്തി മുകളിൽ പോയി നോക്കാം. നമുക്ക് അന്നേരം കാണാൻ പറ്റത്തുള്ളായിരിക്കും. അതാണ്ട് കിടക്കുന്നു. ചുറ്റിനും മറ്റേ സോംബീസിൻ്റെ ലൈഫ് പറയുന്നു. പെട്ടെന്ന് നമുക്ക് പിന്നെ ജസ്റ്റ് മിസ്. പിന്നെ പോയി നോക്കാം. കുറച്ചും കൂടെ സെറ്റപ്പ് ആയിട്ടേ. ഇപ്പോഴാണ് എൻ്റെ ഫുഡും ഇല്ല. നമുക്ക് പോയി ഫുഡ് കഴിക്കട്ടെ. അവിടെ ഡോൾഫിൻ. മീനെടുക്കാം. അവന് ഇച്ചിരി കൊടുക്കാം. പഫർ ഫിഷ് വേണ്ട. ഇത് മതി. അത് കൊടുക്കാവോ? എടാ ഓടിപ്പോവാതെ നിൽക്ക്. ഫുഡായിട്ട് വന്നു. എടാ അതങ്ങ് കൊടുക്കും. നമുക്ക് പിന്നെ കൊടുക്കാം. ഇവര് ഭയങ്കര സ്പീഡാണല്ലോ ഗൈസ്. പിടി അവനെ പിടി. പോട്ടെ. എനിക്കൊന്നുമില്ല. ഇതാണ് മീനൊക്കെ സ്ഥലത്ത്. കുറേ ഡോൾഫിൻ ഉണ്ട്. അവിടെ കിടക്കണം. എന്ത് കിടക്കും? അവിടെ നിൽക്ക്, ഞാൻ തരാം. എടാ ഞാൻ വേറെ പണിയില്ല. നമുക്ക് പോയി അവിടെ പോയാലും ചെയ്യാം. അവിടെ ടർട്ടിൽ ഇവനൊന്ന് കൊണ്ടുവന്നാലോ? വല്ലതും കിട്ടുമായിരിക്കും. നമുക്കെന്തായാലും ഒന്ന് നോക്കാം ഗൈസ്. അവനെ കൊല്ല. അടി ചവച്ച ഒറ്റടി. ലാസ്റ്റ് അടിച്ച് എന്തോ കിട്ടി. സീഗ്രാസ് കിട്ടിയെന്ന് തോന്നുന്നു. സീഗ്രാസ് തന്നെ. ഒരു ഉപയോഗമില്ലാത്ത കാര്യം. നമുക്ക് പെട്ടെന്ന് കയറിയിട്ട് വീട്ടിൽ പോയി എല്ലാം കഴിക്കാൻ അറേഞ്ച് ചെയ്യട്ടെ. രാത്രിയാണ്. ഇച്ചിരി നേരം കൂടെ ഉണ്ട്. ഇവിടെ വല്ലതും ഉണ്ടോ എന്ന് പോയി നോക്കിയിട്ടും കൂടെ. വല്ലതും ഉണ്ടോ? 2 ലൈഫിൽ ഇപ്പോൾ നമ്മൾ വയ്ക്കുന്ന 2 ഹാർട്ടും കൂടെ. ഗായ്സ് അവിടെ ഒരു വലിയൊരു ഗുഹ. നമ്മൾ അടുത്ത എപ്പിസോഡ് ഈ ഗുഹ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഒറ്റ ലൈഫ്. പെട്ടെന്ന് പോകും. ഒന്നും കഴിക്കാനും ഇല്ല. ഹങ്കർ പാറും 3 എണ്ണേ ഉള്ളൂ. ഇനി നമുക്ക് ഓടാനും പറ്റത്തില്ല. പെട്ടെന്ന് വീടിനകത്ത് കയറി ഒരു ഫർണസ് ഉണ്ടാക്കി കഴിക്കാൻ ഉണ്ടാക്കട്ടെ. അപ്പം ഗൈസ് നമ്മൾ നേരെ പോയിട്ട് താഴെ ഇറങ്ങിയിട്ട് ഒരു ഫർണസ് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഇതുവരെ നമ്മളൊരു ഫർണസ് ക്രാഫ്റ്റ് ചെയ്തില്ല.
ക്രാഫ്റ്റ് ചെയ്യട്ടെ. സെറ്റ്. നമുക്കിനിയും സ്റ്റോണിലോട്ട് എല്ലാം അപ്ഗ്രേഡ് ചെയ്യണം. അതൊക്കെ ചെയ്യാം. അപ്പം ഗായ്സ് നമ്മളിവിടെ ഇതും കൂടെ വെച്ച് സെറ്റപ്പ് ആക്കണം. അപ്പം ഗായ്സ് ഞാൻ പ്രത്യേക ഒരു വർക്ക്ഷോപ്പ് ഇതിന് ഈ ഫർണസിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഉണ്ടാകും. അപ്പോൾ ഗായ്സ് ഇതോ നേരത്തേക്ക് ഇതെങ്കിലും കഴിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് ഫുള്ളാക്കാം. ആയി നമുക്കിതൊക്കെ കഴിക്കാം. കിട്ടുന്ന കഴിക്കുന്നത്. അപ്പോൾ ഗായ്സ് നമുക്ക് അടുത്തേക്കും കൂടെ പഫർ ഫിഷ് പിന്നെ കുക്ക് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ആയാൽ മതിയായിരുന്നു. ഇതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റുമോ? ഇല്ല, പെട്ടെന്ന് ആയാൽ മതിയായിരുന്നു. ഇതിനകത്തൊന്നുമില്ല. വേണ്ടാത്തെല്ലാം എടുത്തങ്ങ് വെച്ചേക്കാം. വേണ്ടാത്തതല്ലേ വേണ്ടതും വേണ്ടാത്തതല്ലേ അതിനകത്ത് എടുത്തങ്ങ് വെക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ എല്ലാം എടുക്കാം. നമ്മുടെ ഈ വെപ്പൺസ് മാത്രം കൈ വെച്ചാൽ മതി. ബാക്കി വേണ്ടതും വേണ്ടാത്തതും എല്ലാം അതിനകത്ത് കയറ്റി വെക്കാം. അപ്പം ഗായ്സ് നമ്മളെല്ലാം ഇതിനകത്ത് വെച്ചു. അപ്പം നമ്മുടെ ഫുഡ് ഇവിടായി. ടാറ്റ ബൈ. അടുത്ത എപ്പിസോഡിൽ കാണാം. പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടാറ്റ ബൈ.